ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിർദ്ദേശം തള്ളണമെന്ന് സർക്കാർ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കുമെന്നത് തടയുമെന്ന് SFIയും KSUവും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രജിത്തുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. രജിത്ത്, അല്ലെങ്കിൽ തന്നെ ഗവർണറും സർക്കാരും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ ആ ഒരു ബന്ധം വീണ്ടും വഷളാവുകയാണ്. കൂടാതെ ഇന്ന് കോളേജുകൾ ഈ വിഭജന ഭീതി ദിനം ആചരിക്കുമോ ഇല്ലയോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഐശ്വര്യ, ഈ വിഭജന ഭീതി ദിനം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു ഇത്തരമൊരു ദിനാചരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വിഭജന ഭീതി ദിനാചരണത്തിന് ആഹ്വാനം വന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയത്. വൈസ് ചാൻസലർമാർക്കാണ് നിർദ്ദേശം നൽകിയത്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു. ആ നിർദ്ദേശം കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കേരള, KTU, കണ്ണൂർ യൂണിവേഴ്സിറ്റികൾ ഗവർണറുമായി ഏറെ അടുത്തു പോകുന്ന വൈസ് ചാൻസലർമാർ ഉള്ള ആ യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാവുന്നത് വൈസ് ചാൻസലർമാർ എല്ലാം തന്നെ ഈ നിർദ്ദേശം താഴെ തട്ടുകളിലേക്ക്, കോളേജുകളിലേക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. എങ്കിൽ തന്നെയും എന്നാൽ ഇത് ആചരണം നടക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. കാരണം സർക്കാർ തലത്തിൽ തന്നെ ഇതിന് എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇത്തരമൊരു ആഹ്വാനം വന്നപ്പോൾ തന്നെ BJP ഇതര സംസ്ഥാനങ്ങളൊക്കെയും തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ നേരത്തെ തന്നെ ഇത്തരമൊരു ആഹ്വാനം എത്തിയ സാഹചര്യത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും അവർ വീണ്ടും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ഇത്തരമൊരു ആഘോഷങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇത് നടത്തേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത്തരമൊരു പരിപാടി നടത്തണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ കത്തുകൾ ഇതിനോടകം തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിലേക്ക് പോയിട്ടുണ്ട്. ഇത്തരമൊരു പരിപാടിയുമായി രംഗത്തേക്ക് വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി രംഗത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനെ തടയും എന്ന് തന്നെയാണ് KSUവും അതുപോലെ തന്നെ SFIയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഗവർണർക്കെതിരെയും അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്. കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമടക്കം നടക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തും എന്ന് തന്നെയാണ് SFIയും KSUവും വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഇന്ന് ഒരു പക്ഷേ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചോ ഇത്തരമൊരു പരിപാടികൾ നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നടക്കുന്നത്. എന്ത് തന്നെയായാലും കേരളയിലും അതുപോലെ തന്നെ കണ്ണൂരിലും KTU യൂണിവേഴ്സിറ്റിയിലും ഉൾപ്പെടെ ഇത് സംബന്ധിച്ച നിർദ്ദേശം പോവുകയും പരിപാടികൾ നടത്തണമെന്ന നിർദ്ദേശം വൈസ് ചാൻസലർമാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഏറെ സംഘർഷപരമായ നിമിഷത്തിലേക്കായിരിക്കും ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ. ശരി രജിത്ത്, അതായത് വൻ പ്രതിഷേധത്തിനാണ് ഇന്നും സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിനെതിരെ വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റിൽ ഇന്ന് ഉത്തരവുണ്ടായിരിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഭിഭാഷകനായിട്ടുള്ള നാഗരാജുവാണ് ഇത് സംബന്ധിച്ച ഒരു ആവശ്യം കോടതിയിൽ മുന്നോട്ട് വെച്ചത്. നേരത്തെ നമുക്കറിയാം, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന്റെ അന്വേഷണം അജിത് കുമാറിനെതിരെ നടക്കുകയും ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇത് ഏതെങ്കിലും കാരണവശാൽ ഇത് അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന ഒരു കാര്യത്തിലാണ് കോടതി ഇന്ന് തീരുമാനമെടുക്കുന്നത്. നേരത്തെ തന്നെ അജിത് കുമാറിന്റെ കേസിൽ നാഗരാജുവിന് വിശദമായ പരിശോധന നടത്തുന്നതിന് രേഖകൾ കോടതി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം നൽകിയിട്ടുള്ള രേഖകളിലും ആവശ്യമായ തെളിവുകളടക്കം നൽകാൻ ഇതുവരെയും നാഗരാജുവിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. പ്രധാനമായ കാരണം പ്രോസിക്യൂഷൻ പറയുന്നത് ആരോപണങ്ങളല്ലാതെ തെളിവുകളൊന്നും ഇതുവരെയും ഹാജരാക്കാൻ നാഗരാജുവിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയും ഒരു ക്ലീൻ ചീറ്റ് ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് നൽകുകയും സർക്കാരിലേക്ക് അടക്കം നൽകുകയും ചെയ്യുന്നു. ആ റിപ്പോർട്ട് കോടതിയിലേക്കും കൈമാറുകയായിരുന്നു. തുടർന്നാണ് അഭിഭാഷകന്റെ ആവശ്യപ്രകാരം ഈ റിപ്പോർട്ട് തനിക്ക് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുക. കവടിയാറിൽ ഉൾപ്പെടെയുള്ള ഫ്ളാറ്റ് വാങ്ങിയത് ഉൾപ്പെടെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് MR അജിത് കുമാറിന് ഇപ്പോൾ വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് നൽകാനുള്ള. ശരി രജിത്ത്, ഈ ക്ലീൻ ചിറ്റ് തള്ളണമോ കൊള്ളണമോ എന്നതിലാണ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്.